ഈ വർഷത്തെ പൾസ് പോളിയോ പ്രവർത്തനങ്ങൾ ജൂൺ 28-ന് നടക്കും. മലപ്പുറം ജില്ലയിൽ 4 ലക്ഷത്തോളം കുട്ടികൾക്കാണ് വാക്സിൻ നൽകുന്നതെന്ന് DMO ഡോക്ടർ ഷിബുലാൽ മലപ്പുറത്ത് പറഞ്ഞു. ജില്ലയിലെ 3,92,466 കുട്ടികൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി ഈ ദിവസം പോളിയോ തുള്ളിമരുന്ന് നൽകും. 2014 മാർച്ചിൽ ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും അയൽ രാജ്യങ്ങളിൽ പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ രോഗസാധ്യത ഒഴിവാക്കാനായാണ് കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി ജില്ലയിൽ 3,925 പോളിയോ തുള്ളിമരുന്ന് വിതരണ ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 5 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നത്. അത് 3,92,466 പേരാണ്. നമുക്കറിയാം, കേരളത്തില് 2000-ന്റെ ശേഷം നമുക്ക് പോളിയോ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ കേരളത്തിലെ അവസാനത്തെ 2000-ലെ കേസ് എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലായിരുന്നു. ശേഷം ഇന്ത്യയിലെ അവസാനത്തെ കേസ് വന്നിട്ടുള്ളത് 2011-ലായിരുന്നു. അതിന് ശേഷവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും 2014 ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. എങ്കിലും തൊട്ടടുത്ത അയൽപ്പക്കങ്ങൾ രാജ്യങ്ങളിൽ, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്യുന്ന കാരണം ഒരു മൊത്തം റൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് നിർബന്ധമായിട്ടും ഒരു ദിവസം ഇന്ത്യയിലുടനീളം ആ പൾസ് പോളിയോ നടത്തേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ജില്ലയിൽ നമ്മൾ 3,925 തുള്ളിമരുന്ന് ബൂത്തുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലും പോളിയോ തുള്ളിമരുന്ന് നൽകാൻ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ആദ്യ ദിവസം ബൂത്തിലെത്തി തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാത്തവർക്ക് വീട്ടിലെത്തി പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച 441 സൂപ്പർവൈസർമാരും 896 വളണ്ടിയർമാരും ഉണ്ട്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം 28-ന് രാവിലെ 8 മണിക്ക് പൂക്കോട്ടൂർ FHCയിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ NN പമീലി, ഡോക്ടർ KM ജാനിഫ്, D അജിത, ER ദിവ്യ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.